ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ഒരു ക്ലീനിങ് പ്ലസ് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. ഇന്ന് അവധി ദിവസമാണ്. ഞാൻ വീട്ടിൽ പോയിട്ടില്ല, ഹോസ്റ്റലിൽ തന്നെയാണ് ഈ വീക്കെൻഡ് ഉള്ളത്. ഇപ്പോൾ ഹോസ്റ്റലിലെ റൂമാണ് ഭയങ്കരമായിട്ട് മെസ്സായിട്ട് കിടക്കുവാണ്. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യണം. അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ് ടു ഡു ലിസ്റ്റൊക്കെ റെഡിയാക്കുകയാണ്. പിന്നെ ഇന്ന് ഞാൻ ഹെന്ന പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചു, മുടിയിൽ ഇടാൻ വേണ്ടിയിട്ട്. ഹോസ്റ്റലിൽ നമുക്കിപ്പോൾ ഇവിടെ നമുക്ക് തേയിലവെള്ളം ഇങ്ങനെ തിളപ്പിക്കാൻ ഗ്യാസ് യൂസ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അത് കാരണം ഞാൻ ചെയ്യുന്നത് ചൂടുവെള്ളം എൻ്റെ കയ്യിലുണ്ട്. ഇപ്പോൾ ചൂടുവെള്ളം ഞാൻ താഴെ നിന്ന് എടുത്തു വെച്ചിട്ടുണ്ട്, അത് ഫ്ലാസ്കിൽ വെച്ചേക്കുവാണ്. അപ്പോൾ അത് കുറച്ച് എടുത്തിട്ട് അതിലേക്ക് 2 ടീ ബാഗ്സ് ഇട്ട് വയ്ക്കും. അപ്പോൾ തേയിലവെള്ളം റെഡി ആയല്ലോ. പിന്നെ അതിലേക്ക് ഹെന്ന പൗഡർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇന്നലെ വൈകിട്ടേ ഞാൻ രാത്രി ചെയ്ത് വെക്കേണ്ടായിരുന്നു, പക്ഷേ ഞാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ പാടെ അതങ്ങ് ചെയ്യുവാണ്. അപ്പോൾ വെള്ളം അത്യാവശ്യം തണുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഹെന്ന പൗഡർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ഹെന്ന പൗഡറിലേക്ക് നമുക്ക് നാരങ്ങ കടയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നീര് ചേർക്കുന്നത് നല്ലതാണ്. ഞാനിപ്പോൾ അതൊന്നും യൂസ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഹെന്ന പൗഡർ മാത്രമാണ് എടുക്കുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് വെച്ചാൽ മതി. അധികം ലൂസ് ആവരുത്, അധികം തിക്കും ആവരുത്, അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കണം. പിന്നെ മുടിയിൽ കുറച്ച് എണ്ണ തേച്ചിട്ടാണ് ഞാൻ ഇത് അപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ മുടി ഭയങ്കരമായിട്ട് ഡ്രൈ ആയി പോകും. അങ്ങനെ ഞാൻ ഹെന്നയൊക്കെ റെഡിയാക്കി വെച്ചിട്ട് താഴെ മെസ്സിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പാലപ്പവും പിന്നെ ഗ്രീൻ പീസ് കറിയാണ്. എനിക്ക് ഈ ഹോസ്റ്റലിൽ ഇഷ്ടപ്പെട്ടൊരു ബ്രേക്ക്ഫാസ്റ്റാണിത്. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ഹോസ്റ്റലിൽ. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് റൂമിൽ വന്നു. ഇനി ക്ലീനിങ് തുടങ്ങണം. കണ്ടോ, എൻ്റെ മേശപ്പുറം കിടക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് മെസ്സായിട്ട് കിടക്കുകയാണ്. ഞാനെല്ലാം വാരി വലിച്ചിട്ടേക്കുവാണ്. പിന്നെ അത്യാവശ്യം ഒരു പൊടിയുണ്ട് കേട്ടോ, നന്നായിട്ട്. നമ്മുടെ റൂം റോഡിൻ്റെ ആ സൈഡിലാണ് ഈ ഹോസ്റ്റൽ, അതുകൊണ്ട് അത്യാവശ്യം പൊടിയുണ്ട്. ആദ്യം ഈ ഒരു ഐസ്ക്രീം ബോക്സിൽ ഞാൻ വെച്ചേക്കുന്ന കാര്യങ്ങളൊന്ന് ക്ലീൻ ചെയ്യണം. കാരണം ഇതിൽ കുറേ പേനകളുണ്ട്, ചിലത് തെളിയും ചിലത് തെളിയത്തില്ല. അപ്പം ഞാൻ ആദ്യം ബോക്സ് ഒന്ന് ക്ലീൻ ചെയ്യാണ്. ആദ്യം കുറച്ച് വെള്ളം നനച്ചിട്ട് ആ ബോക്സ് ഒന്ന് ക്ലീൻ ചെയ്യാണ്. പിന്നെ ഒരു ഉണങ്ങിയ തുണി യൂസ് ചെയ്തിട്ടും കൂടെ ഒന്ന് തുടയ്ക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, ഇപ്പോൾ പേന, പിന്നെ പേപ്പർ കട്ടർ, അങ്ങനെ അതിലുള്ള സാധനങ്ങൾ, അതിൽ വെക്കേണ്ട എല്ലാ സാധനങ്ങളും, എനിക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യേണ്ട സാധനങ്ങളാട്ടോ, അതെല്ലാം ഞാൻ അതിലേക്ക് പെറുക്കി വെക്കുന്നുണ്ട്. പിന്നെ ചില പേനകൾ എനിക്ക് സംശയമാണ്, തെളിയോ തെളിയത്തില്ലേയും സംശയമാണ്. അങ്ങനെയുള്ള പേനകൾ ഞാൻ ഒരു പേപ്പറിൽ തെളിയോ ഇല്ലെന്ന് നോക്കുന്നുണ്ട്, എന്നിട്ടാണ് അതിലേക്ക് വെക്കുന്നത്. ഞാനാണെങ്കിൽ ഈ ബോക്സിന് ഒരു മേക്ക് ഓവർ കൊടുക്കണം എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഒന്ന് പെയിൻറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു. പക്ഷേ വീട്ടിലായിപ്പോൾ ഈ പെയിൻ്റെല്ലാം ഞാൻ വീട്ടിൽ കൊണ്ടുവച്ചേക്കാണ്. അപ്പോൾ ഈ വീക്കെൻഡ് പോകുമ്പോൾ ഒന്ന് എടുത്തുകൊണ്ട് വരണമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഞാൻ ആവശ്യമുള്ള പേനകളെല്ലാം അതിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഞാൻ വേസ്റ്റ് ബോക്സിൽ കൊണ്ടുപോയി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ബൈബിളാണ് ക്ലീൻ ചെയ്യുന്നത്. ബൈബിളാണെങ്കിലും പൊടിയാണ് ശരിക്കും. എത്ര നമ്മൾ ക്ലീൻ ചെയ്താലും ഇത് റോഡ് സൈഡിലായതുകൊണ്ടായിരിക്കും എപ്പോഴും ഞാൻ ജനലൊക്കെ തുറന്നിടുന്നതുകൊണ്ട് നല്ല പൊടിയുണ്ട്. അപ്പോൾ പൊടി ഉള്ള കാരണം അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുകയാണ്. പിന്നെ ഇത് വചനപ്പെട്ടിയാണ്, അതും ഞാനൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഒരു പഴയ വചനപ്പെട്ടിയാണ്, ഒരുപാട് വർഷം പഴയതാണ്, ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് രണ്ടും ഞാൻ ക്ലീൻ ചെയ്തു. ഇനി ഈ ഒരു ടേബിളിലുള്ളത് ഈ ഒരു ബോക്സാണ്. ഈ ബോക്സിൽ ഞാൻ ബുക്കുകൾ വെക്കുന്ന ബോക്സാണ്. ഇതിൽ ഞാൻ വായിക്കുന്ന ബുക്കുകളുണ്ട്, പിന്നെ എൻ്റെ ഡയറി, അതൊക്കെയുണ്ട്. ഇതിൽ വെച്ചാൽ പൊടി അടിക്കത്തില്ല. കുറേ ബുക്കുകളൊക്കെ ഞാൻ വീട്ടിൽ കൊണ്ടുപോയി വെച്ചു, പിന്നെ അനിയത്തിക്ക് കൊടുത്തു. അപ്പോൾ ഒരു ബുക്കും കൂടി ഈ ഒരു ബോക്സിലേക്ക് വെക്കാനുണ്ട്, അത് വെക്കാൻ വേണ്ടി ഇപ്പോൾ തുറന്നത് കേട്ടോ. അങ്ങനെ ഈ ബോക്സ് ഞാൻ അവിടെ നിന്ന് മാറ്റി. ഇനിയിപ്പം ഞാൻ ആ ടേബിളിൻ്റെ മേലുള്ള എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് മാറ്റുവാണ്. വളരെ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം ആ ടേബിളിൽ വെക്കണമെന്ന് വിചാരിക്കുവാണ്. അതിന് വേണ്ടിയിട്ട് സാധനങ്ങളെല്ലാം മാറ്റുവാണ്. എന്നിട്ട് ഈ ടേബിൾ ഒന്ന് തുടയ്ക്കണം, പിന്നെ തൂത്തെടുക്കണം, അങ്ങനെ ഒന്ന് ക്ലീനാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് സാധനങ്ങളൊക്കെ മാറ്റിയത്. ആ ഒരു സൈഡ് ഞാൻ ക്ലീൻ ആക്കുന്നുണ്ട്, അങ്ങനെ ക്ലീനാക്കി. പിന്നെ ഇപ്പുറത്തെ സൈഡിലുള്ള സാധനങ്ങളും ഞാൻ മാറ്റിയിട്ട് ആ ഒരു സൈഡും കൂടെ ക്ലീൻ ചെയ്ത് എടുക്കുവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നന്നായിട്ട് വെള്ളം നനച്ച് തുടച്ചപ്പോഴത്തേക്കിനും ടേബിൾ അത്യാവശ്യം ക്ലീൻ ആയിട്ടുണ്ട്. ഇനി ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ അതിലേക്ക് വെക്കുകയാണ്. ഈ ഒരു ബോക്സിൽ ഹാൻഡ് വാഷ്, സാനിറ്റൈസർ,
പിന്നെ ഡെറ്റോള്, പിന്നെ റോസ് വാട്ടർ, പിന്നെ ഡെറ്റോളിൻ്റെ തന്നെ ഒരു ഇൻസ്റ്റൻറ്റ് ഹാൻഡ് വാഷ് ഇല്ല അതുണ്ട്, പിന്നെ സലൈൻ ഡ്രോപ്സ് ഉണ്ട്, ഈ ഒരു ടിഷ്യൂ ഉണ്ട്, ഉജാല, ഇങ്ങനെ അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ ഞാൻ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുകയാണ് കേട്ടോ. പിന്നെ ആ ഒരു ബോക്സ് ഉണ്ടല്ലോ ഞാൻ ബുക്കുകൾ വെച്ചേക്കുന്നത്, അത് വെച്ചു. അതിൻ്റെ മുകളിലേക്ക് ഞാൻ ബൈബിളും വചനപ്പെട്ടിയും വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ അപ്പോഴാണ് ഓർത്ത് ഞാൻ തലയിൽ തേക്കുന്ന എണ്ണ അതും കൂടെ ഞാൻ ആ സൈഡിലേക്ക് മാറ്റി ആ ഒരു ബോക്സിലേക്ക് വെക്കുകയാണ് കേട്ടോ. അമ്മ എനിക്ക് വീട്ടിൽ നിന്ന് കാച്ചി തന്നു വിട്ടതാണ്. പിന്നെ ഒരു ഡയറി, പിന്നെ ആ ഒരു ബുക്കുകൾ വെക്കുകയാണ്. പിന്നെ ഞാൻ ആ പേനകളൊക്കെ വെക്കുന്ന ആ ഒരു ഐസ്ക്രീം ബോക്സ് വെച്ചു. പിന്നെ ഈ ഒരു ബോക്സിൽ ഞാൻ എൻ്റെ റൂമിൻ്റെ കീ ആണ് വെക്കുന്നത്, ഇതും ആ സൈഡിലേക്ക് വെച്ചു. പിന്നെ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ലുലുവിൽ പോയപ്പോഴും അല്ലാതെ ഓർഡർ ചെയ്ത കുറച്ച് സാധനങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റി വെക്കുകയാണ് കേട്ടോ. കാരണം കുറച്ച് സാധനങ്ങൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, അതും കൂടെ വരണം. അതോടെ വന്നു കഴിഞ്ഞാൽ ഒരു ഹോൾ വീഡിയോ ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കുറേ സാധനങ്ങളുണ്ട്, ഒരുപാടൊന്നും ഇല്ല, എന്നാലും കുറച്ചുണ്ട്. നിങ്ങൾ ഹോൾ വീഡിയോ കാണണം കേട്ടോ. അത്യാവശ്യം യൂസ്ഫുൾ ആകുന്ന സാധനങ്ങളൊക്കെയാണ്. നിങ്ങൾക്ക് ഞാൻ ഒരു പുതിയ ഒരു സംഭവമാണിത്, നിങ്ങളെന്തായാലും കണ്ടു നോക്കണം കേട്ടോ. ഞാൻ വാങ്ങിയിട്ടുള്ള കുറച്ച് സാധനങ്ങളുടെ ഹോൾ വീഡിയോ ആണ്. അപ്പോൾ ഒരു സ്കെയിലും ഉണ്ടായിരുന്നു വെക്കാൻ, അതും വെച്ചു. അങ്ങനെ ഞാൻ എൻ്റെ ടേബിൾ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? പിന്നെ ഒരു മൈക്കുണ്ട് കേട്ടോ, ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന മൈക്കല്ലത്, എന്നാലും അതും അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ റൂമൊക്കെ ഒന്ന് അടിച്ചു വാരുകയാണ്. ഇവിടുത്തെ ചൂലിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ് ഈ ഹോസ്റ്റലിലെ. എന്നാലും വേറെ ചൂലൊന്നും ഇല്ല അടിച്ചു വാരാനായിട്ട്, അതുകൊണ്ട് ഞാൻ ആ ചൂലുകൊണ്ട് തന്നെ റൂമെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുവാണ്. ക്ലീൻ ചെയ്തല്ല, അടിച്ചു വാരുവാണ്. പിന്നെ ചുക്കിലി ഒക്കെ ഉള്ളതൊക്കെ ഇങ്ങനെ അടിച്ചു വാരുകയാണ്. ഞാൻ കുറച്ച് ദിവസമായി ഒരു ഡീപ്പ് ക്ലീനിങ് ചെയ്തിട്ട്, വെറുതെ ജസ്റ്റ് ഒന്ന് അടിച്ചു വാരുമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ റൂം അത്യാവശ്യം ക്ലീനാക്കി. ഈ റൂമിൽ ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ, 3 പേരുടെ റൂമാണ്, പക്ഷെ ഇപ്പം ഞാനേ ഉള്ളൂ. ഇനി അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ഈ ഒരു അലമാര ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. എൻ്റെ അലമാരയിൽ ഇങ്ങനെ 3 കള്ളികളാണുള്ളത്. കള്ളി എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഈ 3 ഒരു സെക്ഷനാണ് ഉള്ളത്. അപ്പോൾ ഇതെൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടല്ലോ. ഇനി ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. എല്ലാം ഞാൻ കൊണ്ട് വെറുതെ ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടിടും. പിന്നെ ഡ്രസ്സൊക്കെ ആണെങ്കിലും കുറച്ച് മടക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും മുകളിൽ ഈ ഒരു ബോക്സൊക്കെ എടുത്ത് മാറ്റണം. അവിടെ ആ ഒരു ബാഗ് മാത്രം വെച്ചാൽ മതി, ബാക്കിയൊക്കെ ആവശ്യമില്ലാത്ത സാധനങ്ങളാണ്. ഞാൻ തലയിൽ ഹെന്ന തേച്ചു കേട്ടോ, അതാണ് മുടി അങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെ ഞാൻ ആ മേളിൻ്റെ ഡ്രോയിലിരുന്ന സാധനങ്ങളെല്ലാം ഇങ്ങ് എടുത്തു. പിന്നെ അവിടെ ഒന്ന് തുടച്ചിട്ട് ഒന്ന് പൊടിയൊക്കെ ഒന്ന് തൂത്തുവാരിയിട്ട് ഞാൻ പേപ്പർ വിരിച്ചു. ഇനി അവിടേക്ക് ഞാൻ ആ ബാഗ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അങ്ങോട്ട് വീണ്ടും എടുത്ത് വെക്കുകയാണ്. ഈ ബോക്സിൽ എന്താ ഉള്ളതെന്ന് ഞാൻ നോക്കുകയാണ്. ഇതിൽ ആവശ്യമുള്ളതില്ലാത്തമായ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ആ ബാഗ് ക്ലീൻ ആക്കിയിട്ട് മേളത്തെ ഡ്രോയിൽ വെച്ചു. ഇനി ഈ ഡ്രസ്സുകളെല്ലാം മടക്കണം. ഡ്രസ്സെല്ലാം അവിടെ നിന്ന് മാറ്റിയിട്ട് ഞാൻ ആ ഒരു ക്ലോത്ത് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് പൊടിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കുവാണ്. പിന്നെ ഒരു പേപ്പറും വിരിക്കുന്നുണ്ട്. ഇനി ഡ്രസ്സെല്ലാം പോയിട്ട് മടക്കട്ടെ. അപ്പോൾ ഈ ഡ്രസ്സ് മടക്കുന്ന കാണുമ്പം അയ്യോ നിങ്ങൾ വിചാരിക്കും ഇതെന്തൊരു മടക്ക് എന്ന് വിചാരിക്കില്ലേ. എനിക്ക് അത്ര വലിയൊരു സ്കില്ലില്ല ഡ്രസ്സ് മടക്കുന്ന കാര്യത്തിൽ. പക്ഷേ ഞാൻ വിചാരിക്കുന്നുണ്ട് അത് പഠിക്കണം. ഓരോ ഡ്രസ്സും ഓരോ രീതിക്കാണ് മടക്കേണ്ടത്, എങ്കിലേ അത് വൃത്തിയായിട്ടിരിക്കുള്ളൂ. ഞാൻ എന്തായാലും എനിക്കിപ്പോൾ അറിയാവുന്ന രീതിയിൽ മടക്കി പെട്ടെന്ന് വെക്കുകയാണ്. എനിക്ക് ഡ്രസ്സ് മടക്കിയിട്ട് പിന്നെ കുറച്ച് പരിപാടി ഉണ്ട് ഇവിടെ. അങ്ങനെ ഡ്രസ്സൊക്കെ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ മടക്കുന്നുണ്ട്. ചിലത് ഞാൻ അകമ്പറം തിരിച്ച് മടക്കുന്നുണ്ട്, ചിലത് മടക്കുന്നൊന്നുമില്ല. എന്നാലും എല്ലാ ഡ്രസ്സുകളും ഞാൻ മടക്കുകയാണ്. അങ്ങനെ ഡ്രസ്സെല്ലാം ഒരു വിധത്തിൽ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ മടക്കിയിട്ടുണ്ട് എനിക്കറിയാവുന്ന രീതിയിൽ. ഇനി അതെല്ലാം ഞാൻ അലമാരിയിൽ കൊണ്ട് വയ്ക്കുകയാണ്. ഇതെൻ്റെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് തന്നാട്ടോ എനിക്ക് ഈ ചുരിദാർ മെറ്റീരിയൽ. അടുത്ത മാസം ഒന്ന് തയ്പ്പിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം ഞാനങ്ങനെ മടക്കിയ ഡ്രസ്സുകളൊക്കെ 2ാമത്തെ ഡ്രോയിൽ കൊണ്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി, എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ. നമ്മൾ ക്ലീനിങ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിലും അങ്ങനെയാണ്. ഈ ഡീപ്പ് ക്ലീനിങ് കുറേ നാളായിട്ടോ ചെയ്തിട്ട്, എല്ലാം ഒന്ന് അടുക്കി പെറുക്കിയിട്ടൊക്കെ കുറേ ആയി. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഡ്രോ ആണ് ക്ലീൻ ചെയ്യാനുള്ളത്. ഇവിടെ 2 ബോക്സാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. ഇതിനകത്ത് ഞാൻ കുറേ സാധനങ്ങൾ ഇങ്ങനെ എന്താ പറയുക വാരി വലിച്ചിട്ടിട്ടുണ്ട്. എല്ലാം ഒന്ന് ശരിയാക്കി എടുക്കണം. പിന്നെ ചെറിയ ബോക്സുണ്ട്. ആദ്യത്തെ ഈ ബോക്സിലെ സാധനങ്ങൾ ഞാൻ ഈയിടയ്ക്കൊന്ന് ക്ലീൻ ചെയ്തതാ,
എന്നാലും പിന്നെയും അത് പഴയതുപോലെ ആയിട്ടുണ്ട്. ഞാൻ തന്നെയാണ് എല്ലാം വെറുതെ അങ്ങോട്ട് എല്ലാം കൊണ്ടങ്ങ് ഇടും. അപ്പം ഇത് ഒന്ന് ക്ലീൻ ചെയ്യണം. ഇതിലെ സാധനങ്ങൾ, ഇതിൽ പക്ഷേ അങ്ങനെ ആവശ്യമില്ലാത്ത സാധനങ്ങളില്ല, എല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചാൽ മതി. മാത്രമല്ല ഈ ബോക്സൊക്കെ ഇച്ചിരി പൊടി പിടിച്ചിരിക്കുകയാണ്, അതൊക്കെ ഒന്ന് തുടയ്ക്കണം. അത് മാത്രമേ ചെയ്യാനുള്ളൂ. എന്തായാലും ഞാൻ അതിലെ സാധനങ്ങളൊക്കെ അടുക്കി പെറുക്കി വെക്കുകയാണ്. ഇതിൽ എന്താ പറയുക, ഒരു ഹാൻഡ് വാഷ് ഉണ്ട്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ. പിന്നെ ഇത് കമ്മലാണ്. ഈ കമ്മൽ ഞാൻ വിചാരിക്കുന്നത് ആർക്കെങ്കിലും കൊടുക്കണമെന്നാണ്. കാരണം ഞാൻ ആ ടൈപ്പ് കമ്മലുകൾ ഇപ്പം യൂസ് ചെയ്യാറില്ല. നേരത്തെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ സമയത്ത് വാങ്ങിയതാണ്. പിന്നെ അങ്ങനെ അത് 2 മെഴുകുതിരിയൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ വെച്ചു. എന്നിട്ട് 3ാമത്തെ ഡ്രോയിൽ ആ സാധനങ്ങളെല്ലാം കൊണ്ട് ഞാൻ വെച്ചു. എല്ലാം കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ല ഇരിപ്പുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ഒരു പെട്ടിയാണ്. ഇത് ഞാൻ പർപ്പിളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിയപ്പം, പർപ്പിൾ നൈക്ക അതിൽ നിന്നൊക്കെ വാങ്ങിയ ആ ഒരു ബോക്സുകൾ എടുത്ത് വെച്ചാട്ടോ. ഈ ഒരു ബോക്സിൽ ഞാൻ പൊടി പിടിച്ചിരിക്കുകയായിരുന്നു, അത് കുറച്ചൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്, പൊടിയൊക്കെ കളഞ്ഞു. ഇനി അതിലേക്ക് ഞാൻ ക്ലിപ്സ്, നമ്മൾ തുണി, ഇവിടെ കാറ്റുള്ള സ്ഥലമായതുകൊണ്ട് തുണിയൊക്കെ അലക്കിയിട്ടാൽ പറന്നു പോകും പെട്ടെന്ന്, അതുകൊണ്ട് ക്ലിപ്പാണ്. പിന്നെ ഒരു ചെറിയ കണ്ണാടിയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ ഹെയർ ബാൻഡ് അല്ലല്ലോ, അതൊക്കെ ഉണ്ട്, ഹെയർ ബാൻഡ് എന്നല്ലേ പറയുക. അപ്പോൾ അതൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ അതിലേക്ക് വെച്ചിട്ട് അങ്ങനെ ആ ഒരു ബോക്സും റെഡിയാക്കി. ഇനിയിപ്പോൾ ഈ ഒരു ബോക്സിൽ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങൾ വെക്കുന്ന ഒരു ബോക്സാണ്. അതായത് പെർഫ്യൂം, മോയ്സ്ചറൈസർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, എൻ്റെ ക്ലിപ്സ് അതൊക്കെ വെക്കുന്നതാണ്. അതും ഇത്തിരി അലങ്കോലമായിട്ട് കിടക്കുമായിരുന്നു, അപ്പം ഞാൻ അതും ഒന്ന് അടുക്കി പെറുക്കി വെക്കുകയാണ്. പിന്നെ ഇത് എന്താണെന്ന് പറയുക, ലിപ് സ്ക്രബാണ് കേട്ടോ. ഞാനിതുവരെ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല, എനിക്ക് സ്മിറ്റണിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചപ്പോൾ കിട്ടിയാണത്. പിന്നെ അങ്ങനെ സ്ക്രഞ്ചീസ് ഉണ്ട്, പിന്നെ എൻ്റെ ക്ലിപ്പുണ്ട്. ഞാൻ ഓഫീസിൽ പോകുമ്പോൾ ഈ ക്ലിപ്പുകളൊക്കെ യൂസ് ചെയ്യുന്നത്, അപ്പോൾ ആ ക്ലിപ്പുകളൊക്കെ ഉണ്ട്. പിന്നെ മോയ്സ്ചറൈസർ ഉണ്ട്. ഞാൻ പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ് കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നത്, നല്ല മോയ്സ്ചറൈസറാണ് കേട്ടോ. പിന്നെ എൻ്റെ പൊട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞാൻ ആ ഒരു ഡ്രോയിൽ അടുക്കിപ്പെറുക്കലും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡായി. എന്താ പറയുക, ഒരു പ്രൊഡക്റ്റീവ് ഡേ ആണെന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം നമ്മളെല്ലാം ക്ലീനാക്കി, എല്ലാ ഡ്രോയിലെ സാധനങ്ങൾ അലമാരി ആണെങ്കിലും ഒന്ന് എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള രീതിയിൽ ഞാൻ അടുക്കിപ്പെറുക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു പൂവുണ്ടല്ലോ, ഇതിൻ്റെ പേരെന്താണെന്ന് അറിയാവുന്നവരൊന്ന് പറയാമോ? ഹോസ്റ്റലിൽ നോക്കിയാൽ ഇതൊക്കെയാണ് വ്യൂ കേട്ടോ. പിന്നെ ഞാൻ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് താഴെ പോയി, മെസ്സിൽ പോയി. ഇന്ന് ചെമ്മീൻ തീയലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഫുഡ് കഴിക്കുകയാണ്. എനിക്കാണെങ്കിൽ വൈകുന്നേരം ഒന്ന് പുറത്ത് പോകണം. ഇന്ന് പുറത്തൊരു റെസ്റ്റോറൻറ്റിൽ പോയിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. ഞാനും എൻ്റെ സിസ്റ്ററും ഉണ്ട്, അപ്പോൾ അവളും വരും. അപ്പോൾ എനിക്ക് ഇന്ന് വന്നൊരു കൊറിയറാണിത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കുറേ സാധനങ്ങൾ ഇങ്ങനെ ഓർഡർ ചെയ്തിട്ടുണ്ട് മീഷോയിൽ നിന്നൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു ഹോൾ വീഡിയോ ഞാൻ ചെയ്യാം. കുറച്ച് സാധനങ്ങളുണ്ട് കേട്ടോ, ഒരു റാൻഡം ഹോളായിരിക്കും, നിങ്ങളെല്ലാവരും കാണണം കേട്ടോ. ഞാൻ എല്ലാ സാധനങ്ങളും കിട്ടിക്കഴിഞ്ഞിട്ട് ഹോൾ വീഡിയോ അപ്ലോഡ് ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇന്ന് പുറത്ത് പോകുന്ന ഫുഡ് കഴിക്കാൻ. അങ്ങനെ പുറത്ത് പോയി കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ സൂപ്പ് കുടിക്കുന്നത്. ചിക്കൻ മഞ്ചോ എന്നല്ലേ പറയുക, ആ ഒരു സൂപ്പാണ്. ഭയങ്കരമായിട്ട് ടേസ്റ്റി ആയിട്ട് തോന്നി കേട്ടോ. ഇത് വെള്ളയമ്പലത്തുള്ള ഒരു റെസ്റ്റോറൻ്റാണ്, സ്ക്വയറോ 2 സ്ക്വയറോ അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പേര്. നല്ല ഫുഡായിരുന്നു അവിടുത്തെ. ഞാനങ്ങനെ ആ സൂപ്പ് എന്താ പറയുക ഊതി കുടിക്കുകയാണ്. പിന്നെ എൻ്റെ സിസ്റ്റർ ന്യൂഡിൽസാണ് ഓർഡർ ചെയ്തത്, ഞാനാണെങ്കിൽ മുഗൾ ബിരിയാണി ഓർഡർ ചെയ്തു. എന്നെക്കൊണ്ട് മുഗൾ ബിരിയാണി മുഴുവൻ കഴിക്കാനായിട്ട് സത്യം പറഞ്ഞാൽ പറ്റിയില്ല കേട്ടോ. പിന്നെ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ ഇലക്കകത്താണ് ഫുഡ് തരുന്നത്. അവിടുത്തെ ഒരു ആംബിയൻസൊക്കെ എനിക്കിഷ്ടമായി. ചെറിയൊരു റെസ്റ്റോറൻറ്റ്, ചെറുതെന്ന് പറഞ്ഞാൽ തീരെ ചെറുതാണ്, പക്ഷേ നമുക്ക് അത്യാവശ്യം ഒരു സമാധാനമായിട്ട് പോയിട്ട് ഫുഡൊക്കെ കഴിക്കാം. പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഞാൻ ഇനി ഹോസ്റ്റലിലേക്ക് പോവുകയാണ് കേട്ടോ. ഇന്നെന്തായാലും ഇത്രയും ഹെവി ഫുഡ് കഴിച്ച സ്ഥിതിക്ക് ഞാൻ ഹോസ്റ്റലിൽ നിന്ന് ഫുഡ് എടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. പിന്നെ ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ പേരയ്ക്ക വാങ്ങി, പിന്നെ ഓറഞ്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വാങ്ങിയത് തണ്ണിമത്തങ്ങയായിരുന്നു. തണ്ണിമത്തങ്ങ എന്തായാലും ഞാൻ മുറിക്കുന്നില്ല എന്ന് വിചാരിച്ചു, കാരണം ഞാൻ വീട്ടിൽ കൊണ്ടുപോകാമെന്ന് വിചാരിക്കുകയാണ്. അത് കാരണം ഈ വീക്കെൻഡ് ഞാൻ വീട്ടിൽ പോകുന്നുണ്ട്. അപ്പം ഞാൻ ആ പേരയ്ക്കയും പിന്നെ ഓറഞ്ചും ഒക്കെ ഒന്ന് മുറിച്ച് ഒന്ന് കട്ട് ചെയ്തൊന്ന് വെക്കുകയാണ്. കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ കുളിക്കാനൊക്കെ പോകണം. പിന്നെ കുളിച്ച് കഴിഞ്ഞ് വന്നിട്ട് സമാധാനമായിട്ടിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെക്കുകയാണ്.
അപ്പോൾ ഈ ഫ്രൂട്ട്സ് എന്താ പറയുക, എല്ലാം നല്ല ഫ്രൂട്ട്സ് ആയിരുന്നു. ഓറഞ്ചൊക്കെ ഞാൻ സംശയിച്ചാണ് വാങ്ങിയത്, മധുരം ഉണ്ടാവുമോ, എന്തായാലും നല്ല മധുരം ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ എൻജോയ് ചെയ്ത് ഇനിയിപ്പോൾ കുളിച്ചൊക്കെ കഴിഞ്ഞിട്ട് വന്ന് കഴിക്കണം. സോ അത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇന്നൊരു പ്രൊഡക്റ്റീവായിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു ദിവസമായിരുന്നു. അപ്പം ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തൊരു ദിവസമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഡു സബ്സ്ക്രൈബ് ആൻഡ് ബൈ.